الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون صلى الله على سيدنا محمد وعلى آله وأصحابه وبارك وسلم تسليما كثيرا كثيرا. أما بعد، فيا أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله. فقد قال الله سبحانه وتعالى: يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കൽപ്പനകൾക്ക് വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കുവാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് വിധേയരായി അവനെ തഖ്വ ചെയ്തുകൊണ്ട് സൂക്ഷ്മതയോടുകൂടിയുള്ള ജീവിതം നയിക്കണമെന്ന് ഞാൻ എൻ്റെ ശരീരത്തോടും നിങ്ങളെല്ലാവരോടും വസിയത്ത് ചെയ്യുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹുവിൻ്റെ അടിമകൾ എന്ന നിലയിൽ അവനെ ഓർത്തുകൊണ്ടും അനുസരിച്ചുകൊണ്ടും ജീവിക്കേണ്ടത് നമ്മളുടെ ബാധ്യതയാണ്. അള്ളാഹു നമ്മളെ സൃഷ്ടിച്ചതും പരിപാലിച്ചുകൊണ്ടിരിക്കുന്നതും ഭൂമിയിൽ കുറച്ചു കാലം ജീവിക്കാൻ അനുവദിച്ചതുമൊക്കെ അവനെ ഓർക്കാൻ വേണ്ടിയാണ്, അനുസരിക്കാൻ വേണ്ടിയാണ്, അവൻ്റെ സ്മരണ ഭൂമിയിൽ നിലനിർത്താൻ വേണ്ടിയാണ്. ഇന്ന് നമുക്കിവിടെ എല്ലാവിധ സൗകര്യങ്ങളും സ്വാതന്ത്ര്യങ്ങളുമുണ്ട്. ആ സ്വാതന്ത്ര്യങ്ങളെ ഉപയോഗപ്പെടുത്താനുള്ള ശേഷിയും കഴിവും അള്ളാഹു തന്നെ നമുക്ക് നൽകിയിട്ടുണ്ട്. ഈ സ്വാതന്ത്ര്യത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മളെ സൃഷ്ടിച്ചവനും നമ്മളെ പരിപാലിക്കുന്നവനും നമുക്കെല്ലാം നൽകുന്നവനുമായ അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് ജീവിക്കാൻ സാധിച്ചാൽ കുറച്ച് നാളുകൾക്ക് ശേഷം മരിച്ച് അവങ്കലേക്ക് മടങ്ങി ചെല്ലുമ്പോൾ ഇന്ന് നമ്മൾ ചെയ്ത നന്മകൾക്കൊക്കെ അള്ളാഹു ഉയർന്ന പ്രതിഫലം തരും. ആ പ്രതിഫലത്തെ വിലമതിക്കാൻ കഴിയില്ല, പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയില്ല. ഫലാ തഅലമു നഫ്സും മാ ഉഖ്ഫിയ ലഹും മിൻ ഖുർറത്തി അഅ്യുനിൻ ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ. അള്ളാഹു തന്നെ അതിനെക്കുറിച്ചിട്ട് അങ്ങനെയാണ് വിശേഷിപ്പിച്ചത്. അള്ളാഹുവിലേക്ക് മടങ്ങി ചെല്ലുമ്പോൾ ഇവിടെ അവനെ അനുസരിച്ച് അമൽ ചെയ്ത അടിയാറുകൾക്ക് വേണ്ടി നല്ല പ്രതിഫലമായ നിലയിൽ അവൻ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് എന്ന് ആർക്കും അറിയില്ല, ആർക്കും ചിന്തിക്കാൻ തന്നെ കഴിയില്ല. അഅദ്തു ലിഇബാദി അസ്സാലിഹീന മാ ലാ ഐനുൻ റഅത് വലാ ഉദുനുൻ സമിഅത് വലാ ഖതറ അലാ ഖൽബി ബശർ. എന്റെ നല്ല അടിയാറുകൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരുക്കി വെച്ചിരിക്കുന്നത് ഒരു കണ്ണും കണ്ടിട്ടില്ലാത്തതും ഒരു കാതും കേട്ടിട്ടില്ലാത്തതുമായ, എന്നല്ല ഒരു മനസ്സുകൊണ്ടും സങ്കല്പിക്കാൻ പോലും കഴിയാത്തതായ അനുഗ്രഹങ്ങളാണ്, നിഅമത്തുകളാണ്, സുഖലോലുപതകളാണ്, സന്തോഷങ്ങളാണ്. അള്ളാഹു എനിക്ക് നിങ്ങൾക്കുമൊക്കെ അത് അനുഭവിക്കാനുള്ള സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നേരെ മറിച്ച് പ്രിയപ്പെട്ടവരെ, നമുക്ക് ഇന്ന് നൽകപ്പെട്ടിട്ടുള്ള ഈ ഔദാര്യവും അനുഗ്രഹവും ഒക്കെ വേണ്ടതുപോലെ ഉപയോഗപ്പെടുത്താതെ അലക്ഷ്യമായ നിലയിൽ, അലസമായ നിലയിൽ, അനുസരണക്കേടോടുകൂടി അതിനെയൊക്കെ നമ്മൾ പാഴാക്കി കളഞ്ഞാൽ അള്ളാഹുവിങ്കലേക്ക് നമ്മൾ ചെന്നെത്തുമ്പോൾ അതിനൊക്കെ തക്കതായ നിലയിൽ നമ്മളെ അവൻ പിടിച്ചു ശിക്ഷിക്കും. فإذا نفخ في الصور فلا أنساب بينهم يومئذ ولا يتساءلون فأما من ثقلت موازينه فأولئك هم المفلحون وأما من خفت موازينه فأولئك الذين خسروا أنفسهم. ഇന്നീ കാണുന്ന ബന്ധങ്ങളും നമ്മളുടെ കഴിവുകളും എല്ലാം തന്നെ
ഫഇദാ നുഫിഖ ഫിസ്സൂരി, സൂറെന്ന കാഹളത്തിൽ ഓതുന്നത് വരെ മാത്രമേ നിലനിൽക്കുകയുള്ളൂ. ഖിയാമത്ത് നാള് സംജാതമാകുന്നതോടുകൂടി ഈ സംവിധാനങ്ങളൊക്കെ തകിടം മറിയും. ഈ സൗകര്യങ്ങളൊക്കെ നമുക്ക് കയ്യിൽ നിന്ന് നഷ്ടപ്പെടും. ഫലാ അൻസാബ ബൈനഹും, പിന്നെ അവർക്കിടയിൽ ഒരു ബന്ധം പോലും ഉണ്ടാവുകയില്ല. കണ്ടാൻ വേണ്ടിയില്ല, തിരിഞ്ഞു നോക്കിയില്ല, കണ്ടിട്ട് കാണാണ്ട് നടന്നുപോയി എന്നൊക്കെ നമ്മൾ പറയാറില്ല. അത് നമ്മൾ തമ്മിൽ ഇടയ്ക്കിടെ പറയാറുള്ള പരാതിയാണെങ്കിൽ, യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി വ സാഹിബതിഹി വ ബനി. സ്വന്തം ഉമ്മ, സ്വന്തം വാപ്പ, സ്വന്തം സഹോദരങ്ങൾ, സ്വന്തം ഭാര്യ, ഭർത്താവ്, അവരൊക്കെ തന്നെ കണ്ടിട്ട് മിണ്ടാതിരിക്കുന്നു എന്നല്ല, കാണുമ്പോൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ഒരു ദിവസം. പരലോകത്തിന്റെ തുടക്കം മുതൽക്ക് അങ്ങനെയാണ്. ഖിയാമത്തിന്റെ ഊത്ത് വന്നു കഴിഞ്ഞാൽ മനുഷ്യർക്കിടയിലുള്ള ബന്ധത്തെക്കുറിച്ചിട്ട് പടച്ചവൻ അങ്ങനെയാണ് നമ്മളെ പരിചയപ്പെടുത്തിയത്. ഖിയാമത്ത് എന്ന് പറഞ്ഞാൽ ഓരോ മനുഷ്യരുടെയും മരണം അവരവരുടെ ഖിയാമത്താണ്. ഇദാ മാതൽ ഇൻസാനു ഖാമത് ഖിയാമത്തുഹു എന്നാണ് പറയപ്പെടാറുള്ളത്. ഓരോ മനുഷ്യന്റെയും മരണം അവന്റെ വ്യക്തിപരമായ ഖിയാമത്താണ്. ആ മരണത്തോടുകൂടി നമ്മളൊക്കെ അനുഭവിക്കേണ്ടി വരുന്ന, നേരിൽ കാണേണ്ടി വരുന്ന സുമ്മ ലതറവുന്നഹ ഐനൽ യഖീൻ, സുമ്മ ലതറവുന്നഹ ഐനൽ യഖീൻ. ഇന്ന് നമ്മൾ പ്രസംഗിച്ച് കേൾക്കുന്ന ഈ സംഗതി അന്ന് നമ്മൾ നമ്മുടെ കണ്ണുകളെ കൊണ്ട് നേർക്ക് നേരെ കാണേണ്ടവരാണ്, കാണുക തന്നെ ചെയ്യും. അന്ന് നമ്മളുടെ നന്മയുടെ ത്രാസ് ഭാരമുള്ളതായാൽ ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, നമ്മളൊക്കെ വിജയികളായി. നന്മയുടെ ത്രാസ് ഭാരം കുറയുകയും തിന്മയുടെ ത്രാസിന് ഭാരം കൂടുകയും ചെയ്താൽ നമ്മൾ പരാജിതരായി. അതാണ് യഥാർത്ഥ പരാജയം. വമൻ യുതിഇല്ലാഹ വറസൂലഹു ഫഖദ് ഫാസ ഫൗസൻ അദീമ വമൻ യഅസില്ലാഹ വറസൂലഹു ഫഖദ് ളല്ല ളലാലൻ ബഈദ. അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിച്ചുകൊണ്ട് വിജയം വരിക്കാൻ അവിടെ ഒരാൾക്ക് സാധിച്ചാൽ അതാണ് യഥാർത്ഥ വിജയം. അതാണ് യഥാർത്ഥ വിജയം. ആ വിജയത്തിന് ശേഷം പിന്നെ പരാജയമില്ല. ആ മധുരത്തിന് ശേഷം പിന്നെ കയ്പില്ല. ആ സുഖത്തിന് ശേഷം പിന്നെ ദുഃഖമില്ല. ثم لا يموت فيها ولا يحيا ثم لا يموت فيها ولا يحيا. പിന്നെ അവിടെ ഒരു മരണമോ ഒരു ജീവിതമോ ഒന്നുമില്ല, തീർന്നു. അത് അന്തിമമാണ്, അവസാനത്തേതാണ്. ഖദ് അഫ്ലഹ മൻ തസക്കാ വദക്കറ സ്മ റബ്ബിഹി ഫസല്ല. അങ്ങനെ അന്തിമമായ നിലയിൽ അള്ളാഹുവിങ്കിൽ നിന്നും ഓരോ അടിയാറുകൾക്കും വേണ്ടി നിശ്ചയിക്കപ്പെടുന്ന ആ ദിവസത്തിൽ ആളുകളെ അളക്കുന്നത്, തൂക്കുന്നത്, പരിശോധിക്കുന്നത്, വിലമതിക്കുന്നത് ഖദ് അഫ്ലഹ മൻ തസക്കാ. ആത്മാർത്ഥമായ നിലയിൽ ആത്മപരിശുദ്ധി ആർജിക്കാൻ കഴിഞ്ഞ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവൻ തീർച്ചയായും വിജയിക്കുക തന്നെ ചെയ്തു എന്നാണ്. വിജയിക്കുക തന്നെ ചെയ്തു. ഖദ് അഫ്ലഹ മൻ സക്കാഹാ വഖദ് ഖാബ മൻ ദസ്സാഹാ. നമുക്ക് അള്ളാഹു തന്ന നമ്മളുടെ ആത്മാവ്, അതാണ് ജീവൻ, അതാണല്ലോ ഏറ്റവും വലിയ നിഅമത്ത്. ബാക്കിയുള്ള എല്ലാ നിഅമത്തുകൾക്കും ഇത് ബാധകമാണ്. അത് അള്ളാഹു നമ്മുടെ കയ്യിൽ അമാനത്തായ നിലയിൽ ഏൽപ്പിച്ചതാണ്. ഈ അമാനത്തായ നിലയിൽ ഏൽപ്പിച്ചത് അഴുക്കു പുരട്ടാതെ, കറപുരളാതെ, കാപട്യങ്ങളും കച്ചകളും ഒന്നും കലക്കാതെ തിരിച്ചങ്ങ് കൊടുക്കുക. ലളിതമായ ഭാഷയിൽ അങ്ങനെ നമുക്കതിന് അർത്ഥം വെക്കാൻ കഴിയും. തന്ന സാധനത്തെ തന്നതുപോലെ പരിശുദ്ധമായ നിലയിൽ തിരിച്ചങ്ങ് കൊടുത്താൽ യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബിക റാദിയതൻ മർദിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്ന. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ദുനിയാവിന്റെ ഈ പ്രകമ്പനങ്ങൾ, ദുനിയാവിന്റെ ഈ ഇളകി മറിയലുകൾ, ലാ യഗുറന്നക തഖല്ലുബുൽ ലദീന കഫറു ഫിൽ ബിലാദ് മതഉൻ ഖലീൽ സുമ്മ മഅവാഹും ജഹന്നം. അതിലൊന്നും നമ്മുടെ കണ്ണ് മഞ്ഞളിച്ചു പോകരുത്. അതിലൊന്നും നമ്മുടെ കണ്ണുകൾ മഞ്ഞളിച്ചു പോകരുത്, കണ്ണഞ്ചി പോകരുത്. ഇതൊക്കെ മതാഉൻ ഖലീൽ, കുറച്ചു കാലത്തേക്ക്, കുറച്ച് സമയത്തേക്ക് വേണ്ടിയിട്ടുള്ള ഒരു കളിതമാശയാണ്, കുറച്ച് സമയത്തേക്ക് വേണ്ടിയിട്ടുള്ള ഒരു ആഹ്ലാദ തിമർപ്പുകളും മുഹൂർത്തങ്ങളും ഒക്കെയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ വരാൻ പോകുന്നത് നേരത്തെ പറഞ്ഞതുപോലെ കാലാകാലത്തെ സുഖം അല്ലെങ്കിൽ ദുഃഖമാണ്. യഥാർത്ഥത്തിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ മുസ്ലിമീങ്ങളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അള്ളാഹുവിനെ കുറിച്ചിട്ട്, അവന്റെ ഖുദ്റത്തിനെ കുറിച്ചിട്ട്, അവന്റെ റഹ്മത്തിനെ കുറിച്ച്, അവന്റെ മഗ്ഫിറത്തിനെ കുറിച്ചിട്ട് അധികമായി പറയേണ്ടത് അത്യന്താപേക്ഷിതമാണ്. അങ്ങനെ ഒരു പറച്ചിൽ നമ്മുടെ ഇടയിൽ കുറയുന്നു എന്നുള്ളതാണ് പരമാർത്ഥം. ആഖിറത്തെ സംബന്ധിച്ച്, മരണത്തെ സംബന്ധിച്ചിട്ട് നമ്മുടെ ഇടയിൽ വർത്തമാനങ്ങൾ വർദ്ധിക്കണം. വദക്കിർ ഫഇന്ന ദിക്റ തൻഫഉൽ മുഅ്മിനീൻ. മുഅ്മിനീങ്ങളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കിടയിൽ അങ്ങനത്തെ ഓർമ്മപ്പെടുത്തലുകൾ അധികരിക്കണം. എന്തിനെ കുറിച്ചിട്ടാണ് ഓർമ്മപ്പെടുത്തുന്നത്?
ഏതെങ്കിലും ഭൗതികമായ വിഷയങ്ങളെ സംബന്ധിച്ചിട്ടും അതിന്റെ മാഹാത്മ്യത്തെ സംബന്ധിച്ചിട്ടുമുള്ള വർത്തമാനങ്ങളല്ല. 4 ഭാഗത്തു നിന്നും നമ്മൾ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്നത് അതാണ്. 4 ഭാഗത്തു നിന്നും നിരന്തരമായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്, കണ്ടുകൊണ്ടിരിക്കുന്നത് അതാണ്. ഭൗതിക വിഭവങ്ങളുടെയും വസ്തുക്കളുടെയും മാഹാത്മ്യമാണ്, മഹത്വമാണ്, ലാഭമാണ്, നേട്ടമാണ്. എവിടെങ്കിലും 1 റുപ്യ പൈസ ലാഭത്തിന് സാധനം കിട്ടുമെന്ന് കേട്ടാൽ അവിടത്തേക്ക് നമ്മൾ പായുകയാണ്. അതിനെ മനുഷ്യർക്കിടയിൽ പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട്, അതിനെ മനുഷ്യർക്കിടയിൽ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തപ്പെടുകയാണ്. പ്രിയപ്പെട്ടവരെ, നേരെ മറിച്ച് നമുക്ക് മുസ്ലിമീങ്ങളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ഖബർ ജീവിതത്തെ കുറിച്ചിട്ട്, ആഖിറ ജീവിതത്തെ കുറിച്ചിട്ട്, സ്വർഗ നരകങ്ങളെ കുറിച്ചിട്ട്, പരലോകത്തെ സംബന്ധിച്ചിട്ട് പറയുക എന്നത് വളരെ വിരളമായി മാത്രമേ നമുക്കിടയിൽ കേൾക്കാൻ കഴിയുന്നുള്ളൂ. പരലോകത്തെ സംബന്ധിച്ചിട്ട് പറയണം, മരണത്തെ സംബന്ധിച്ച് പറയണം, ആഖിറത്തെ സംബന്ധിച്ചിട്ട് പറയണം. നമ്മൾ പണ്ട് കാലങ്ങളിലൊക്കെ നാടൻ ഭാഷയിൽ വലിയ വികസനമൊന്നുമില്ലാത്ത കാലഘട്ടത്തിൽ പറഞ്ഞു കേട്ടിരുന്നത് പോലെ നമ്മൾ ഒറ്റയ്ക്ക് ഖബറിൽ കിടക്കണ്ടേ? ഖബറിന്റെ 2 ഭാഗത്തു നിന്നും നമ്മളുടെ വാരിയെല്ലുകൾ പരസ്പരം കോർക്കത്തക്ക നിലയിൽ ഖബർ ഞെരുക്കൂലേ? ആ ഖബറിൽ നമ്മൾ കെട്ടിത്താത്തപ്പെടുമ്പോൾ ഒറ്റയ്ക്ക് പോകേണ്ടി വരൂലേ? ഖബറിന്റെ ഉള്ളിൽ നമ്മളെ ഒറ്റയ്ക്ക് കിടത്തിയിട്ട് അതിന്റെ മീതെ കല്ലും മണ്ണും ഒക്കെ വാരിയിട്ട് മൂടി മീസാൻ കല്ലും തറപ്പിച്ചിട്ട് നമ്മുടെ ബന്ധുമിത്രാദികൾ നമ്മളെ ഒറ്റയ്ക്കാക്കിയിട്ട് തിരിച്ചു വരൂലേ? നമ്മളെ ഒറ്റയ്ക്കാക്കിയിട്ട് തിരിച്ചു വരുന്ന ഈ ബന്ധുമിത്രാദികൾ നമ്മളെ തിരിഞ്ഞു നോക്കുവോ? നമ്മളോട് പിന്നെ സഹതാപം കാണിക്കുവോ? അങ്ങനെ സഹതാപം കാണിക്കണമെന്ന് തോന്നിയാൽ അങ്ങനെ സാധിക്കുവോ? ഞാൻ ഒറ്റയ്ക്ക് ഖബറിൽ കിടക്കണ്ടേ? ഞാൻ ഒറ്റയ്ക്ക് ഖബറിൽ കിടക്കണ്ടേ? എന്റെ ഖബറിൽ ഞാൻ ഒറ്റയ്ക്കാണ്. ഞാൻ നിന്റെ ഖബറിലോ നീ എന്റെ ഖബറിലോ വരികയില്ല. അത് ഭൂമിയിൽ ഒരിക്കലും പിരിയാതെ ജീവിക്കണമെന്ന് ആശിച്ച പ്രിയതമനോടൊപ്പമാണെങ്കിൽ പോലും, പ്രിയപ്പെട്ടവളോടൊപ്പമാണെങ്കിൽ പോലും, എന്റെ മടിയിൽ വാത്സല്യത്തോടെ ഞാൻ എടുത്തു വെച്ച് താരാട്ട് പാട്ടി ഉറക്കിയ എന്റെ പ്രിയപ്പെട്ട കുഞ്ഞിനോടുള്ള ബന്ധമാണെങ്കിലും ശരി, അല്ലെങ്കിൽ മടിയിൽ തലചായ്ക്കുന്നതിന് വേണ്ടി ആ മടി വിരിച്ചു തന്ന എന്റെ ഉമ്മയുടെ മാനസിക ബന്ധമാണെങ്കിലും ശരി, ഖബറിൽ പരസ്പരം കെട്ടിത്താത്തുന്നതോടുകൂടി അതൊക്കെ മുറിഞ്ഞില്ലേ? പിന്നെ ഞാൻ ഒറ്റയ്ക്ക് കിടക്കണ്ടേ? പ്രിയപ്പെട്ടവരെ, നമ്മൾ ഖബറിനെ കുറിച്ച് പറഞ്ഞു. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അവർ ഖബറിന്റെ പരിസരത്തൂടെ പോകുമ്പോൾ അദ്ദേഹം വാവിട്ട് കരയും. അദ്ദേഹത്തിന്റെ ദാടി, തിങ്ങി നിറഞ്ഞ ദാടി, അത് നനയത്തക്കവണ്ണം കരയും. ആളുകൾ ചോദിക്കും, നിങ്ങൾ സ്വർഗത്തെ കുറിച്ച് പറയുമ്പോഴും നരകത്തെ കുറിച്ച് പറയുമ്പോഴും കരയാത്തത്, ഖബറിനെ കുറിച്ച് കേൾക്കുമ്പോൾ എന്താ കരയുന്നത്? അദ്ദേഹം പറഞ്ഞു, സഹോദരങ്ങളെ, എന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഖബർ എന്ന് പറഞ്ഞാൽ ആഖിറത്തിലേക്കുള്ള വീടുകളിൽ ആദ്യത്തെ വീടാണ്. ആഖിറത്തിന്റെ പടികളിൽ ആദ്യത്തെ പടിയാണ്. ഒരാൾ അവിടെ വിജയിച്ചാൽ അങ്ങോട്ട് എല്ലാ ഇടങ്ങളിലും വിജയിക്കും. ഒരാൾ അവിടെ പരാജയപ്പെട്ടാൽ അവിടുന്ന് അങ്ങോട്ട് എല്ലാ ഇടങ്ങളിലും പരാജയപ്പെടും. ആ ഒരു ബോധമുണ്ടായിരുന്നപ്പോൾ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അവர்கள் പടച്ചവനെ ഭയന്ന് ജീവിച്ചു. ഓരോ സഹാബാക്കളുടെ അവസ്ഥ ഇതാ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്നത്തെ കാലഘട്ടത്തിൽ മരണപ്പെട്ട ഒരു സഹാബിയെ മറമാടുന്നതിന് വേണ്ടി ഖബർസ്ഥാനിൽ വന്നു. ഖബർസ്ഥാനിൽ വന്നപ്പോൾ ആളുകളൊക്കെ ഖബർസ്ഥാനിൽ ആ മയ്യത്ത് മറമാടാൻ വേണ്ടിയിട്ട് തയ്യാറെടുത്ത് നിൽക്കുകയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നു നോക്കുമ്പോൾ ഖബറിന്റെ പണി തീർന്നില്ല, കുറച്ച് സമയം ബാക്കിയുണ്ട്. ഖബറിന്റെ പണി തീർന്നില്ല, കുറച്ച് സമയം ബാക്കിയുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെ കുത്തിയിരുന്നു കൊണ്ട് എന്തോ ചിന്താകുലനായി. അല്പനേരത്തിന് ശേഷം നബി തങ്ങൾ സഹാബാക്കളെ വിളിച്ചിട്ട് പറഞ്ഞു, സഹാബാക്കളെ, നമ്മളിപ്പോ എവിടെ നിൽക്കുന്നത്? നമ്മൾ എന്തിനാ വന്നത്? നമ്മൾ നമ്മുടെ ഒരു കൂട്ടുകാരനെ പരലോകത്തേക്ക് യാത്രയാക്കാൻ വേണ്ടി വന്നതാണ്. അവന് വേണ്ടി പരലോകത്തിന്റെ ആദ്യ ഭവനം പണിത് തീരാൻ വേണ്ടി നമ്മൾ കാത്തുക്കാണ്. നമ്മൾ ജീവിച്ചിരുന്നപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളുടെ വീടുകൂടലിന് പോയിട്ടുണ്ട്, പാലുകാച്ചിന് പോയിട്ടുണ്ട്, കല്യാണങ്ങൾക്ക് പോയിട്ടുണ്ട്. അങ്ങനത്തെ ഒരുപാട് സുഖത്തിന്റെയും സന്തോഷത്തിന്റെയും ദുഃഖത്തിന്റെയും സാഹചര്യത്തിൽ അവരോടൊപ്പം നമ്മൾ ചേർന്നിട്ടുണ്ട്. ഇന്ന് എന്നേക്കുമായി നമ്മുടെ ഈ പ്രിയപ്പെട്ട സഹോദരനെ നമ്മൾ യാത്രയാക്കാൻ പോവാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഖബർ എന്ന് പറഞ്ഞാൽ അമലുകളുടെ പെട്ടിയാണ് സഹാബാക്കളെ. ഖബർ എന്ന് പറഞ്ഞാൽ അമലുകളുടെ പെട്ടിയാണ്. നമ്മളുടെ സമ്പാദ്യത്തെ സൂക്ഷിച്ചു വെക്കാൻ വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്താറുള്ള ഒരു സാധനമാണ് പെട്ടി എന്ന് പറയും. ഇതുപോലെ നമ്മൾ നമ്മളുടെ നന്മയായ അമലുകളെ മുൻകൂട്ടിയിട്ട് അയക്കുമ്പോൾ അത് ശേഖരിച്ചു വെക്കുന്ന സ്ഥലമാണ് ഖബർ എന്ന് പറയുന്നത്. ഈ ഖബർ എല്ലാ ദിവസവും വിളിച്ചു പറയും, ഞാൻ ഒറ്റയ്ക്ക് താമസിക്കേണ്ട വീടാണ്, നാളെ പിറ്റേന്ന് നീ ഒറ്റയ്ക്ക് വന്ന് താമസിക്കേണ്ട വീടാണ്, ഞാൻ ചിതൽപുറ്റുകളുടെ വീടാണ്, ഞാന് നുരുമ്പി നശിച്ചു പോകാനായി പടച്ചവൻ ഒരുക്കി വച്ചിരിക്കുന്ന ഭവനമാണ്,
നീ എൻ്റെ മീതെ ഇങ്ങനെ ഇന്ന് അഹങ്കാരത്തോടു കൂടി നടക്കുകയാണെങ്കിലും താമസിയാതെ നീ എന്നിലേക്ക് വന്നു പെടുക തന്നെ ചെയ്യും എന്ന് എല്ലാ ദിവസവും ഖബർ വിളിച്ചു പറയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹൃദയങ്ങളിൽ അള്ളാഹുവിനെ പറ്റിയുള്ള വിശ്വാസം ഉണ്ടാകുമ്പോൾ, ആഖിറത്തെ പറ്റിയുള്ള വിശ്വാസം ഉണ്ടാകുമ്പോൾ, മരിച്ചു പോകുമെന്നുള്ള ഓർമ്മയുണ്ടാകുമ്പോൾ, മരിച്ചൊറ്റയ്ക്ക് ഖബറിൽ കഴിയുമ്പോൾ നമുക്ക് സഹായകമായ നിലയിൽ നമ്മളുടെ അമലുകൾ മാത്രമേ ഉണ്ടാകൂ എന്ന വിശ്വാസം ഉണ്ടാകുമ്പോൾ നമ്മളുടെ ജീവിതം നന്നാകും, നമ്മുടെ പ്രവർത്തനങ്ങൾ നന്നാകും. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിത കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ പ്രയാസകരമായ നിലയിൽ നേരിട്ട ഒരു യുദ്ധമുണ്ട്. ആ യുദ്ധത്തെ നമ്മൾ പല പേരുകളിലും പറയാറുണ്ട്. പരിശുദ്ധ ഖുർആനിലും അല്ലാഹു തആല യുദ്ധത്തെ സംബന്ധിച്ച് പറഞ്ഞു. തബൂക്ക് യുദ്ധമാണ്. അന്ന് നബി തങ്ങളുടെ കയ്യിൽ സാമ്പത്തികമായി വലിയ ഞെരുക്കം, സഹാബാക്കളുടെ കയ്യിൽ സാമ്പത്തികമായി ഭയങ്കര ഞെരുക്കം. ഈ ഞെരുക്കത്തോടുകൂടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നേരിടേണ്ടി വരുന്നത് ഒരു വലിയ ദൗത്യമാണ്. നമ്മൾ സാധാരണ പറഞ്ഞു കേൾക്കുന്ന ചരിത്രമല്ലേ. ഒരിക്കലും പതിവില്ലാത്തതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിൽ കയറി നിന്നുകൊണ്ട് സഹാബാക്കളോട് പറഞ്ഞു, നമുക്ക് നേരിടേണ്ട ഈ യുദ്ധം വളരെ ശ്രമകരമാണ്, വലിയ പ്രയാസമാണ്, കാലാവസ്ഥ പ്രതികൂലമാണ്, സാമ്പത്തികമായി നമ്മൾ പിന്നോക്കമാണ്. അതുകൊണ്ട് നിങ്ങളാൽ കഴിയുന്ന ധനസഹായം നിങ്ങൾ നിർബന്ധമായും ചെയ്യണമേ എന്ന് പറഞ്ഞു. നിർബന്ധമായും നിങ്ങൾ ചെയ്യണമേ എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ഉപദേശത്തെ അല്ലെങ്കിൽ നിർദ്ദേശത്തെ, കൽപ്പനയെ മാനിച്ചുകൊണ്ട് സഹാബാക്കൾ അവരവരാൽ കഴിയുന്ന ഓരോരോ സാധനങ്ങളും കൊണ്ടുവന്നു. അവരവരാൽ കഴിയുന്ന ഓരോരോ സാധനങ്ങൾ നമ്മൾ സാധാരണ കേൾക്കാറില്ലേ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവറുകൾ തന്റെ കയ്യിൽ ഉണ്ടായിരുന്ന കുറച്ച് സാധനങ്ങൾ ഒരുമിച്ച് കൂട്ടിയിട്ട് വളരെ താഴ്മയോടുകൂടി, മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ചെറിയ ലജ്ജയോടുകൂടി, നാണത്തോടുകൂടി നബി തങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്ന് സമർപ്പിക്കും. കാരണം നാട്ടുകാരുടെ മുമ്പിൽ വെക്കാനും മാത്രം വലിയ സാധനമൊന്നും കയ്യിലില്ല, വളരെ കുറച്ച് സാധനങ്ങളേ ഉള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവറുകൾ കൊണ്ടുവച്ച ഈ സാധനത്തെ സംബന്ധിച്ചിട്ട് തങ്ങൾ ചോദിച്ചു, അബൂബക്കർ, നിന്റെ വീട്ടുകാർക്ക് വേണ്ടി നീ എന്ത് ബാക്കി വെച്ചു എന്ന് ചോദിച്ചു. നിന്റെ വീട്ടുകാർക്ക് വേണ്ടി നീ എന്ത് ബാക്കി വെച്ചു? ഇവിടെ നമ്മൾ പഠിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, സഹബാക്കളായ മഹത്തുക്കൾ ആഖിറത്തിൽ വിശ്വസിച്ചപ്പോൾ, പടച്ചവനിൽ വിശ്വസിച്ചപ്പോൾ, ആഖിറത്തിന് വേണ്ടിയിട്ട് അമലുകൾ ചെയ്തപ്പോൾ, അതിനുവേണ്ടി സദഖകൾ ചെയ്തപ്പോൾ അവരാലോചിച്ചിരുന്നത് അവരുടെ നേതാവ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചതുപോലെ എന്റെ കുടുംബത്തിന് വേണ്ടി ഞാൻ എന്ത് ബാക്കി വെച്ചു എന്നാണ്. സാധാരണ നമ്മൾ എന്താ ചെയ്യാ, നമ്മളൊരു സദഖ കൊടുക്കേണ്ട അല്ലെങ്കിൽ റിലീഫ് പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് പിരിവ് കൊടുക്കേണ്ട സാഹചര്യം വരുമ്പോൾ എനിക്ക് എത്ര കൊടുക്കാൻ കഴിയും, എത്ര ചില്ലറകൾ നൽകാൻ കഴിയുമെന്നാണ് നമ്മൾ ആലോചിക്കാറുള്ളത്. എന്നാൽ സഹാബാക്കളുടെ മനോഭാവം അങ്ങനെയല്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം വൽ ആഖിറത്തു ഖൈറുൽ ലിമൻ ഇത്തഖ വൽ ആഖിറത്തു ഖൈറു വ അബ്ഖാ വൽ ആഖിറത്തു ഖൈറു വ അബ്ഖാ. ആഖിറത്താണ്, പരലോകമാണ്, മരണാനന്തര ജീവിതമാണ്, ഖബർ മുതൽ തുടങ്ങുന്ന ജീവിതമാണ് ഞാൻ പടുത്തുയർത്തേണ്ടത്. അതാണ് എന്നും അവശേഷിക്കുന്നത്. ഞാൻ ബാക്കി വെക്കേണ്ടത് എന്തിനു വേണ്ടിയാണ്? ഞാൻ സമ്പാദിക്കേണ്ടത് എന്തിനു വേണ്ടിയാണ്? ഞാൻ ആഖിറത്തിന് വേണ്ടിയാണ് സമ്പാദിക്കേണ്ടത്. നബി തങ്ങൾ ചോദിച്ചു, അബൂബക്കർ, നീ നിന്റെ കുടുംബത്തിന് വേണ്ടി എന്ത് ബാക്കി വെച്ചു? ഭാര്യ മക്കൾക്ക് വേണ്ടി നീ എന്ത് ബാക്കി വെച്ചു? അദ്ദേഹം പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഞാൻ അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും ബാക്കി വെച്ചു. അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും ബാക്കി വെച്ചു. അടുത്ത നേരം വിശന്ന് കരയുന്ന കുഞ്ഞുങ്ങൾ എന്തെങ്കിലും അന്നത്തിന് അന്വേഷിച്ചാൽ, അന്നത്തിന് ചോദിച്ചാൽ അവർക്ക് കൊടുക്കാനുള്ള ഒരു അരി ഞാൻ ബാക്കി വെച്ചു എന്ന് പറയാൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവർക്ക് മനസ്സ് വന്നില്ല. അങ്ങനെയൊന്നും ബാക്കി വെച്ചില്ല. അങ്ങനെ വെക്കണ്ടേ? ശരിക്കും ഭാര്യയും മക്കളും കൊച്ചുമക്കളും ഒക്കെ ഉള്ള ആളല്ലേ? ഭാര്യയുണ്ട്, മക്കളുണ്ട്, മക്കളുടെ മക്കളൊക്കെ ഉള്ള ആളല്ലേ? അടുത്ത ഒരു നേരത്തേക്ക് കഞ്ഞി വെച്ച് കുടിക്കാനുള്ള അരിയെങ്കിലും ഗോതമ്പെങ്കിലും അവർക്ക് വേണ്ടി ബാക്കി വെക്കണ്ടേ? ഒന്നും ബാക്കി വെച്ചില്ല. പൂർണ്ണമായി ഞാൻ ഇങ്ങ് കൊണ്ടുവന്നു. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അവர்கள் തൊട്ടടിയിൽ രണ്ടാമനായി നിൽക്കുക. അദ്ദേഹം കുറച്ച് സാധനങ്ങൾ കൊണ്ടുവന്നു. ഉമറെ, നീ എന്ത് ബാക്കി വെച്ചു എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു, യാ റസൂലല്ലാഹ്, എന്റെ വീട്ടിലെ നേരെ പകുതി സാധനങ്ങൾ ഞാൻ കൊണ്ടുവന്നു, ബാക്കി പകുതി ഞാൻ എന്റെ കുടുംബത്തിന് വേണ്ടി ബാക്കി വെച്ചു. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആ സന്ദർഭത്തിൽ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അവர்கள் എഴുന്നേറ്റ് നിന്നിട്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ പുറപ്പെടുന്ന ഈ യാത്രാ സംഘത്തിന്റെ മുഴുവൻ ചെലവുകളിൽ നിന്നും 2/3 ഭാഗം ഞാൻ ഏറ്റെടുത്തോളാം എന്ന് പറയും. 2/3 ഭാഗം ഞാൻ ഏറ്റെടുത്തോളാം. എന്തിനു വേണ്ടിയാ? 2/3 ഭാഗം ഞാൻ ഏറ്റെടുത്തോളാം എന്ന് പറയാ. അത് കൊടുക്കുകയാണ്. അത് എത്ര ദിർഹമാണ്, എത്ര ദീനാറാണ് എന്നുള്ള കണക്കനുസരിച്ചിട്ടല്ല. പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ ഒരു പ്രളയമുണ്ടായി. ആ പ്രളയത്തിൽ മുസ്ലിം സമുദായം അവരുടെ അകമഴിഞ്ഞ സഹകരണങ്ങൾ പ്രദർശിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ ആളുകൾക്ക് അന്തം വിടാനാണ്, വിശ്വസിക്കാൻ കഴിയുന്നില്ല. എങ്ങനെയായി മുസ്ലിങ്ങൾ കൊടുക്കുന്നത്? മുസ്ലിമീങ്ങൾ കള്ളപ്പണം വെളുപ്പിക്കാൻ നോക്കുകയാണ്.
മുസ്ലിമീങ്ങൾ തട്ടിപ്പും തരികടയും ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് പണം കൊടുക്കുകയാണ്. ശരിയാ, കാരണം അള്ളാഹുൽ വിശ്വാസമില്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം, ആഖിറത്തിൽ വിശ്വാസമില്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവന്റെ പ്രീതിയും പൊരുത്തവും നേടിയെടുക്കുന്നതിന് വേണ്ടി ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, പത്രത്തിൽ പരസ്യം വരാൻ വേണ്ടിയിട്ടല്ല, എന്റെ ഏതെങ്കിലും ഒരു ഉൽപ്പന്നത്തെ വിറ്റഴിക്കുന്നതിന് വേണ്ടിയിട്ട് പരസ്യം പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ടൊന്നുമല്ല, പടച്ചവന്റെ പൊരുത്തത്തിന് വേണ്ടിയിട്ടാണ്. എന്താ കൊടുക്കുന്നത്? എന്തു കൊടുക്കുന്നു എന്നല്ല, മുസ്ലിം ഉമ്മത്തിന്റെ ഉള്ളിൽ ഒരു വിശ്വാസമുണ്ട്. ഇന്ന് മുസ്ലിമീങ്ങളായ നമ്മുടെ ഹൃദയങ്ങളിൽ നിന്നും കുറഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന, നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വിശ്വാസമാണ്. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം കോടികൾ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത്ഭുതമൊന്നുമല്ല, കോടികൾ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത്ഭുതമൊന്നുമല്ല. പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാണ് അപ്രകാരം നമുക്ക് കൊടുക്കാൻ കഴിയുന്നത്? മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അവറുകൾ ഖബറിടത്തിന്റെ പരിസരത്തെത്തുമ്പോൾ പൊട്ടിക്കരഞ്ഞിരുന്നു എന്ന് പറഞ്ഞ സംഭവവും, ഒരാവശ്യം വന്നപ്പോൾ എഴുന്നേറ്റ് നിന്നിട്ട് ടോട്ടൽ ചെലവിന്റെ 2/3 ഞാൻ കൊടുത്തേക്കാമെന്ന് പറയുന്ന സംഭവം തമ്മിൽ ചേർത്ത് വായിക്കണം. എന്ന് പറഞ്ഞാൽ, ഞാൻ ഇവിടെ പണമുണ്ടാക്കി, ധനമുണ്ടാക്കി, വെട്ടിപ്പിടിച്ചു, സമ്പത്തുണ്ടാക്കി, ഇതെല്ലാം ഉണ്ടാക്കിയതിന് ശേഷം ഞാൻ ആർക്ക് വേണ്ടിയാണോ ഉണ്ടാക്കിയത് എന്ന് പറയുന്ന നമ്മൾ പറയുന്നില്ലേ, മക്കൾക്ക് വേണ്ടിയാ, ഭാര്യയ്ക്ക് വേണ്ടിയാ, ഭാര്യയ്ക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി. വിദേശത്ത് പോയി പണിയെടുത്ത് കിഡ്നി നഷ്ടപ്പെട്ട് ഹൃദയം ഫെയിലിയറായി നാട്ടിലേക്ക് തിരിച്ചു വന്ന് എന്തുണ്ടാക്കി? ഒരു വീടുണ്ടാക്കി, മക്കളെ കെട്ടിച്ചു, മക്കൾക്ക് സഞ്ചരിക്കാനും വിദ്യാഭ്യാസം നടത്താനും ഒക്കെ സംവിധാനങ്ങൾ കൊടുത്തു. ഞാനിപ്പം ജുമാക്ക് വരുന്നതിന് മുമ്പ് ദുഃഖങ്ങൾ പലരും, ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ, പലതും കേട്ട കൂട്ടത്തിൽ ഒരു വാപ്പയുടെ കരച്ചിൽ കേട്ടിട്ടാണ് വരുന്നത്. വാപ്പയുടെ കരച്ചിൽ എന്താ? വാപ്പയുടെ കരച്ചിൽ, മക്കൾ രണ്ടുപേരും കൂടി സംഘടിച്ചിട്ട് ഉള്ള സ്വത്തും വീടും എല്ലാം കൂടെ തൂക്കി വിൽക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. തൂക്കി വിൽക്കാൻ തീരുമാനിച്ചു. ആരുണ്ടാക്കിയതാ? മക്കളുണ്ടാക്കിയതല്ല, വാപ്പ ഉണ്ടാക്കിയതാ. ഞാന് എന്റെ മരണശേഷം മാത്രമേ അവർക്ക് കൊടുക്കൂ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ രണ്ടുപേരും ഒറ്റക്കെട്ടായിട്ട് എന്നെ നിർബന്ധിക്കുമ്പോൾ എനിക്ക് നിവൃത്തിയില്ല, ഞാൻ ഒപ്പിട്ട് കൊടുക്കേണ്ടി വരും. ആ മനുഷ്യൻ വാവിട്ട് കരയാ, ആ മനുഷ്യൻ വാവിട്ട് കരയാ. പ്രിയപ്പെട്ടവരെ, മുസ്ലിമീങ്ങളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ കാണുന്ന പകട്ടുകളുടെ അപ്പുറത്ത് ഒരു പടച്ചവനുണ്ടെന്നുള്ള വിശ്വാസം വേണം. അതിന്റെ അപ്പുറത്ത് ഒരു പരലോകമുണ്ടെന്നുള്ള വിശ്വാസം വേണം. നമ്മൾ ആർക്ക് വേണ്ടിയാണോ ഉണ്ടാക്കിയത്, ആർക്ക് വേണ്ടിയാണോ സമ്പാദിച്ചത്, ആരെ പോറ്റാൻ വേണ്ടി, ആരുടെ സന്തോഷത്തിന് വേണ്ടിയാണോ നമ്മൾ അറബി നാട്ടിൽ പണിയെടുത്തിട്ട് കിഡ്നിയും മറ്റുമൊക്കെ നഷ്ടപ്പെടുത്തി നാട്ടിൽ വന്നത്, ഇപ്പം ആ പാവപ്പെട്ട വാപ്പാനെ ഒന്ന് കുടിയൊഴിപ്പിച്ചിട്ട് ആ സ്വത്തുക്കൾ വിറ്റിട്ട് ഞങ്ങൾ ബിസിനസ് ചെയ്യാൻ പോവാം, ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ പോവാം. ഇത്തരം ആളുകളോട് ചിലപ്പോൾ നമുക്ക് പകയാണ് തോന്നുക, പരിഹാസമാണ് തോന്നുക. അരികിലെങ്ങാനുമുണ്ടെങ്കിൽ അങ്ങനത്തെ മക്കളുടെ മുഖത്ത് ആഞ്ഞടിക്കാനാണ് നമ്മുടെ മനസ്സ് വന്നിരിക്കുന്നത്. എന്താ കാരണമെന്നറിയോ? മുസ്ലിമീങ്ങളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പരലോകത്തിൽ വിശ്വാസമില്ലാതായി പോയതുകൊണ്ടാണ്, പടച്ചവനിൽ വിശ്വാസമില്ലാതായി പോയതുകൊണ്ടാണ്, മരണത്തെക്കുറിച്ചിട്ടുള്ള ഓർമ്മ നഷ്ടപ്പെട്ടു പോയതുകൊണ്ടാണ്. ആ ഓർമ്മ മാതാപിതാക്കൾക്ക് നഷ്ടപ്പെട്ടുകൊണ്ട് ദുനിയാവ് മൊത്തം വെട്ടിപ്പിടിച്ച് ഈ മക്കളെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചപ്പോൾ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ മാതാപിതാക്കൾ എന്ന് പറയുന്ന ആളുകൾ റിട്ടയർഡായി, മക്കള് ആളുകളായി മാറി. ഇന്ന് മക്കൾ നമ്മുടെ തലയിൽ കയറി അരക്കുകയാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അവറുകൾ എന്തുകൊണ്ടാണ് 2/3 ഞാൻ കൊടുത്തേക്കാന്ന് പറഞ്ഞത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവറുകൾ മക്കൾക്കും ഭാര്യയ്ക്കും വേണ്ടി ഒരു തരി അരി പോലും ബാക്കി വെക്കാതെ മുഴുവനും കൊണ്ട് സമർപ്പിച്ചത് എന്തുകൊണ്ടാണ്? ഞാൻ കൊടുത്തതേ ബാക്കിയുണ്ടാവൂ, ഞാൻ കൊടുത്തതേ എനിക്ക് ഉപകാരപ്പെടൂ, ഞാൻ കൊടുത്തതേ എന്റെ പടച്ചവന്റെ സന്നിധാനത്തിൽ എനിക്ക് വേണ്ടിയിട്ട് സമ്പാദ്യമായി ബാക്കിയാകൂ എന്ന ഉറച്ചൊരു വിശ്വാസം. ആ വിശ്വാസം വരുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമുക്ക് കൊടുക്കാൻ ഒരു മടിയുമില്ല. കൊടുക്കുന്ന കാര്യത്തിൽ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. യൂറോപ്യൻ രാജ്യത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു സംഭവമുണ്ട്. പാവപ്പെട്ട കേരളീയൻ വലിയ പ്രതീക്ഷയോടുകൂടി വിസ തരപ്പെടുത്തിയിട്ട് വെസ്റ്റേൺ കൺട്രിയിൽ ഒരു വലിയ ഫാക്ടറിയിൽ ജോലിക്ക് പോയി. 3 കേരളീയരാണ് പോയത്. 3 കേരളീയർ വെസ്റ്റേൺ കൺട്രിയിൽ, ഞാൻ കൺട്രിയുടെ പേരും കമ്പനിയുടെ പേരും ഒന്നും പറയൂല, ഖുത്ബയാണല്ലോ, പ്രസംഗത്തിൽ ചില വിഷയങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി മാത്രം പറയുന്നു എന്നുള്ളൂ. 3 പേരും ഒന്നിച്ച് ജോലി കയറി. ഏതാ ഫാക്ടറി എന്ന് വെച്ചാൽ അറവുശാലയാണ്. അറവുശാല എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഇന്ന് കാണുന്നത് പോലെ ഫ്രോസൺ ചിക്കൻ വരുന്നില്ലേ, മറ്റ് ബീഫ് വരുന്നില്ലേ, മട്ടൺ വരുന്നില്ലേ, ഇതൊക്കെ വളരെ വലിയ തോതിൽ അറുത്ത് മുറിച്ച് പാക്ക് ചെയ്ത് ലോകം മുഴുവൻ സപ്ലൈ ചെയ്യുന്ന വലിയൊരു ഫാക്ടറി. ആ ഫാക്ടറിയിൽ ജോലിയാണ്. എന്താ അവരുടെ ജോലി? സാധാരണ പോലെ നമ്മുടെ നാട്ടിൽ 1ഉം 2ഉം 10ഉം 100ഉം 1000ഉം ഒന്നും മൃഗങ്ങളെ അറുത്താ പോരാലോ, ആയിരക്കണക്കിന് മൃഗങ്ങളെ അറക്കേണ്ടതുകൊണ്ട് മിഷന്റെ സംവിധാനത്തോടു കൂടിയാണ്. ഒരു ബെൽറ്റിലേക്ക് ഒരു മൃഗത്തെ ഇങ്ങനെ എണീപ്പിച്ചു നിർത്തും. ഒരു പോത്തിനെയോ കാളയോ മറ്റോ ഒരു ബെൽറ്റിൽ, നമ്മൾ എയർപോർട്ടിലൊക്കെ കാണുന്നത് പോലെയുള്ള മിഷനിൽ അതിന്റെ ബെൽറ്റിൽ കയറ്റി നിർത്തും. സ്വിച്ച് ഓൺ ആക്കിയാൽ നിരനിരയായി ഈ പാവം നാൽക്കാലികൾ ഇങ്ങനെ ഒഴുകിപ്പോകും. ഒരു സ്ഥലത്തെത്തുമ്പോൾ കൃത്യമായി അതിന്റെ കഴുത്തിൽ കത്തികൊള്ളും, അത് മറിഞ്ഞ് താഴെ വീഴും. പിന്നീട് അത് കൃത്യമായ നിലയിലുള്ള പ്രോസസ്സുകളുടെ പര്യാവസാനത്തിൽ പാക്കറ്റ് ആക്കിയിട്ട് പുറത്തേക്ക് വരും.
ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. ഇതാണ് സംവിധാനം. ഇതിന്റെ കരയിൽ നിന്ന് പണിയെടുക്കാൻ വേണ്ടിയിട്ട് പാവം കേരളീയരായ 3 ചെറുപ്പക്കാർ അവിടെ എത്തി. അവർ പണിയെടുത്തുകൊണ്ടേയിരിക്കുകയാണ്. എടുത്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരു പ്രാവശ്യം പരിസരത്ത് നിൽക്കുന്ന പണിക്കാരനായ ഒരു കേരളീയന്റെ കാലുവഴുതി, കൈവഴുതി അറിയാതെ ആ ബെൽറ്റിൽ അവൻ കുടുങ്ങിപ്പോയി. ആ ബെൽറ്റിൽ അവൻ വീണുപോയി. എപ്രകാരം അവന്റെ മുമ്പിലൂടെ ആടും പോത്തും കാളയും മറ്റുമൊക്കെ ഇങ്ങനെ ഒഴുകിപ്പോയി ഒരു സ്ഥലത്തെത്തി. അതിന്റെ പ്രോസസ്സ് പ്രകാരം ഇങ്ങനെ അറുത്ത് മുറിച്ച് അതിന്റെ ഉള്ളിലേക്ക് പാക്കറ്റ് ആക്കുന്നു. അതിങ്ങനെ 2 ബാക്കിയുള്ള സഹോദരങ്ങൾ കാണുക. അവർ വാവിട്ട് കരയും, ഒച്ച വെക്കുക, പ്ലീസ് സാർ എന്നൊക്കെ വിളിച്ചു പറയുക. അവരിൽ ഒരാള് ഓടിപ്പോയി അതിന്റെ ഫോർമാനെ കണ്ടു, അയാളുടെ കാലിൽ വീണു. ഞങ്ങളുടെ സഹോദരൻ. ഞാൻ മെമ്പറിന്റെ ഭാഷ ആയതുകൊണ്ടാണ് പലതും തുറന്നു പറയാൻ. അല്ലെങ്കിൽ മതത്തിന്റെ പേരിൽ മുസ്ലിമീങ്ങളെ പല നിലയിലും താറടിച്ച് കാണിക്കാൻ ശ്രമിക്കുന്ന ചില വിഷജീവികൾക്കൊക്കെ കൃത്യമായ മറുപടിയാ പ്രിയപ്പെട്ടവരെ. ഇത് കൃത്യമായ മറുപടിയാണ്. വീണ് കിടക്കുന്നവൻ എന്റെ മതത്തിൽപ്പെട്ടവനല്ല. വീണ് കിടക്കുന്നവൻ മാപ്പിളയല്ല. ഈ വീണ് കിടക്കുന്നവൻ താമസിയാതെ അറുത്ത് മുറിച്ച് പാക്കറ്റിലെ ഇറച്ചിയാക്കി പുറത്തേക്ക് വരാൻ പോകുന്നത് എന്റെ മതത്തിൽപ്പെട്ടവനല്ല. പക്ഷേ എന്നോടൊപ്പം ജീവിക്കുന്ന സഹജീവിയായ ഒരു മനുഷ്യനാണ്. ആ മനുഷ്യപ്പറ്റി എനിക്ക് വേണം. അത് മുസ്ലിമിന്റെ ബാധ്യതയാ. അവൻ പോയി കാലെ പിടിച്ച് പറഞ്ഞു, സാർ ഒന്ന് മെഷീൻ ഓഫാക്കണേ. ഒന്ന് ഓഫാക്കിയാൽ ഞങ്ങളുടെ സഹോദരൻ രക്ഷപ്പെടും, അല്ലെങ്കിൽ ഞങ്ങളുടെ സഹോദരൻ പാക്കറ്റിനകത്ത് ഇറച്ചിയാക്കി പുറത്തേക്ക് വരും. പക്ഷേ പ്രിയപ്പെട്ടവരെ, വെസ്റ്റേൺ കൺട്രിയിലെ ജനതയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പടച്ചവനില്ല, അവർക്ക് പരലോകം ഇല്ല, അവർക്ക് ഉസ്മാൻ ബിൻ അഫ്ഫാന് കൊടുക്കാൻ പ്രേരണ നൽകിയതുപോലെയുള്ള മനസ്സില്ല. വീട്ടിലെ മുഴുവനും കൊടുക്കാൻ നിർബന്ധിതനായ അബൂബക്കർ സിദ്ദീഖിന്റെ മനസ്സ് അവർക്കില്ല. അവര് ഡോളറുകളുടെയും ദീനാറുകളുടെയും ദിർഹമുകളുടെയും കണക്കുകൂട്ടലുകളിൽ ജീവിച്ചവരാണ്. അതിന്റെ ലാഭനഷ്ടങ്ങളെ നോക്കി ജീവിച്ചവരാണ്. മാനേജർ അടുക്കലേക്ക് പോയി ഓടിപ്പോയിട്ട് ഇതൊന്ന് ഓഫാക്കാൻ പറഞ്ഞാൽ ഈ ഇരിക്കുന്ന ഞാൻ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, എത്ര മനുഷ്യത്വമില്ലാത്ത വിഭാഗമാണ്. പ്രിയപ്പെട്ടവരെ, അവര് പോയി കാല് പിടിച്ചപ്പോൾ അയാൾ എന്താ ചെയ്യുന്നത്? പെട്ടെന്ന് കാൽക്കുലേറ്റർ എടുത്തിട്ട് ഇങ്ങനെ ചെക്കൊന്ന് ഇങ്ങനെ കൂട്ടി നോക്കുക, കുറച്ച് നോക്കുക, അരിച്ചു നോക്കുക. തിരക്കിന്റെ ഇടയ്ക്ക് ഒരു ജീവനാണ് ഇങ്ങനെ ഒഴുകി പോകുന്നത്. സെക്കൻഡുകളുടെ ഉള്ളിൽ ഒരു ജീവൻ ഇപ്പം നശിക്കും. പക്ഷെ അതൊന്നും അവർക്ക് കേൾക്കാൻ എന്തായിരുന്നു? അവർ കൂട്ടി കുറച്ചിട്ട് അവസാനം പറഞ്ഞു പോട്ടെ, ഓഫാക്കാൻ കഴിയില്ല. എന്തായിരുന്നു അയാൾ കൂട്ടിയത്? അയാൾ കൂട്ടി കിഴിച്ചു നോക്കിയത് അവിടുത്തെ നിയമപ്രകാരം, ആ രാജ്യത്തിന്റെ നിയമപ്രകാരം ഒരാള് കൊല ചെയ്യപ്പെട്ടാൽ, ഒരാള് മരണത്തിന് വിധേയനായാൽ അതിന് കോമ്പൻസേഷനായി കൊടുക്കേണ്ട എമൗണ്ട് എത്രയാണ്? ഈ ബെൽറ്റ് ഇപ്പം തൽക്കാലം ചില്ലറ നേരത്തേക്ക് വേണ്ടിയിട്ട് ഓഫാക്കിയാൽ കമ്പനിക്ക് വരുന്ന നഷ്ടം എത്രയാണ്? ഇത് രണ്ടും അയാൾ കണക്ക് കൂട്ടിയപ്പം നഷ്ടം വെച്ച് നോക്കുമ്പോൾ കമ്പനിയുടെ നഷ്ടം കോമ്പൻസേഷൻ കൊടുക്കുന്നതിനേക്കാളും ഇത് ഓഫാക്കുന്നതിലാണ്. കാരണം 1 മിനിറ്റ് ഓഫാക്കിയാൽ ഇത്രയും പ്രോസസ് നിൽക്കല്ലേ. ഞാൻ പറഞ്ഞു പോരുന്നത് പ്രിയപ്പെട്ടവരെ, പണത്തിന്റെ അക്കങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ട് അതിന്റെ ലാഭക്കൊതിയും ആക്രാന്തവുമായി എണ്ണി നോക്കി സംതൃപ്തി അടയാൻ ശ്രമിക്കുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം, പടച്ചവനിലും പരലോകത്തിലും വിശ്വാസമില്ലാത്ത മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം, അള്ളാഹുവിന് വേണ്ടി 1 ഉറുപ്യ കൊടുക്കാന്ന് പറഞ്ഞാൽ കൊടുക്കാൻ കഴിയില്ല എന്ന് മാത്രമല്ല, കൊടുക്കുന്നത് കണ്ട് സഹിക്കാനും കഴിയില്ല. കൊടുക്കുന്നത് കണ്ട് സഹിക്കാനും കഴിയില്ല. അതുകൊണ്ടാണ് നമ്മളുടെ ഹബീബായ മുത്തായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും തങ്ങളുടെ സഹാബത്തിനും തങ്ങളെ പിൻപറ്റി ജീവിക്കുന്ന മുസ്ലിമീങ്ങൾക്കും അത് 1500 വർഷങ്ങൾക്ക് ശേഷമാണെങ്കിലും ഞാൻ തിന്നില്ലെങ്കിലും വേണ്ടിയില്ല, എന്റെ പ്രിയപ്പെട്ടവൻ, എന്റെ കൂടപ്പുറപ്പ് എന്ന് പറഞ്ഞാൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എന്റെ ഒന്നിച്ചിട്ട് ജുമാക്ക് പള്ളിയിൽ വന്നിട്ട് പിരിഞ്ഞുപോയ സഹോദരൻ രോഗിയായതുകൊണ്ട് ഞാൻ അവന് പണം കൊടുക്കുന്നു എന്നല്ല. എന്റെ ഒന്നിച്ചിട്ട് പള്ളിയിൽ വരാത്തവൻ, ഒരുപക്ഷെ പള്ളിയിൽ വരുന്നതിനെ നിഷേധിക്കുന്നവൻ, നിരോധിക്കുന്നവൻ, അതിനെ നിരുത്സാഹപ്പെടുത്തുന്നവൻ എന്ന് മാത്രമല്ല, മതപരമായ നിലയിൽ ആയ കാലങ്ങളിലൊക്കെ എന്നെ കുറ്റപ്പെടുത്തുകയും എന്നെ കുറവാക്കുകയും ചെയ്തവൻ ആരായിരുന്നാലും വേണ്ടിയില്ല. വീണ് കിടക്കുന്നവൻ മനുഷ്യനാണെങ്കിൽ, വീണ് കിടക്കുന്നത് ഒരു ജീവനാണെങ്കിൽ, മനുഷ്യനെന്ന് വേണമെന്നില്ല, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും തങ്ങളുടെ അനുയായികളും അങ്ങനത്തെ രീതിയാണ് അന്നും ഇന്നും ഒക്കെ പ്രാക്ടീസ് ചെയ്തിട്ടുള്ളത്. മനുഷ്യനാവണമെന്നില്ല, ഒരു ജീവൻ നഷ്ടപ്പെടുന്നത് കണ്ടു നിൽക്കാൻ നമുക്കാർക്കും കഴിയില്ല. കാരണം അത് നമ്മളെ പഠിപ്പിച്ച ഇസ്ലാമിക സംസ്കാരത്തിന്റെ സൽഫലമാണ്. ഞാൻ പറഞ്ഞു വന്നത്, പടച്ചവനെ പറ്റിയുള്ള ഭയപ്പാട് നമ്മുടെ ഹൃദയങ്ങളിൽ ഉണ്ടാകുമ്പോൾ, മരിച്ചു പോകേണ്ടത് അവന്റെ അടുക്കലേക്കാണെന്നുള്ള ബോധം നമുക്കുണ്ടാകുമ്പോൾ,
മരിച്ച് നാളെ പിറ്റേന്ന് നമ്മൾ ഖബറിൽ ഒറ്റയ്ക്ക് കിടക്കേണ്ടി വരും. അന്ന് നമുക്ക് ഉപകാരപ്പെടുന്നത് ഇങ്ങനത്തെ അമലുകളും സമ്പാദ്യങ്ങളും മാത്രമാണെന്ന് ബോധ്യമുണ്ടാകുമ്പോൾ, വെറുതെ പണമുണ്ടാക്കിയിട്ട്, വലിയ പുരയുണ്ടാക്കിയിട്ട്, വലിയ വാഹനം ഉണ്ടാക്കിയിട്ട്, ജീവിത സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചിട്ട് ഇങ്ങനെ സുഖിക്കാമെന്ന് ആശിക്കുക. സുഖിക്കാമെന്ന് വിചാരിക്കുമ്പോഴേക്ക് നേരത്തെ പറഞ്ഞതുപോലെ സ്വന്തം മക്കളുടെ കയ്യിൽ നിന്ന് അടി കിട്ടുക, ഭാര്യയുടെ കയ്യിൽ നിന്ന് അടി കിട്ടുക, ഭാര്യയും മക്കളും കൂടെ ഒന്നിച്ചുകൊണ്ട് നമ്മളെ അങ്ങ് അടിച്ചു പുറത്താക്കുക. അള്ളാഹു നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതിൻ്റെയൊക്കെ അപ്പുറത്തേക്ക് പ്രിയപ്പെട്ടവരെ, ചിലപ്പോൾ നമ്മൾ ഈ സുഖ സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കിയെടുത്ത് അനുഭവിക്കാമെന്ന് വിചാരിക്കുമ്പോൾ നമുക്ക് രോഗങ്ങൾ വരിക, പരീക്ഷണങ്ങൾ. അള്ളാഹു നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കുമാറാകും. ഒരുപാട് സഹോദരങ്ങൾ രോഗം കൊണ്ട് വലയുന്നവരുണ്ട്. അവർക്കൊക്കെ അള്ളാഹു ആഫിയത്തും സിഹത്തും ആജിലായ മുസ്തമിറായ ശിഫൈ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ രോഗങ്ങളെ തൊട്ടും അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, മുഅ്മിനീങ്ങളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം, മുസ്ലിമീങ്ങളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പ്രധാനമായും നമ്മുടെ റബ്ബിനെ സംബന്ധിച്ചിട്ട് പഠിക്കണം, മനസ്സിലാക്കണം, ആ അള്ളാഹുലേക്ക് അടുക്കാൻ ശ്രമിക്കണം. രണ്ടാമതായി നമ്മൾ പരലോകത്തെ കുറിച്ചിട്ട് അധികമായി പറയണം, മരണത്തെ കുറിച്ചിട്ട് പറയണം. മരിച്ചിട്ട് നമ്മൾ പോയി ഒറ്റയ്ക്ക് ഖബറിൽ കിടക്കേണ്ടി വരുമെന്ന ബോധവും ഓർമ്മയും നമ്മുടെ ഹൃദയങ്ങളിൽ ഉണ്ടാക്കണം. ആ ബോധം നമ്മുടെ ഹൃദയങ്ങളിൽ ഉണ്ടായാൽ നമ്മൾ ഒരിക്കലും തിന്മകൾ ചെയ്യുകയില്ല, ദുൽമുകൾ ചെയ്യുകയില്ല, ആരോടും ഒരു നിലയിലുള്ള പകയും വെച്ച് പുലർത്തുകയില്ല, ആർക്കും ഒരു ഉപദ്രവവും ചെയ്യാതെ പരമാവധി നന്മകൾ മാത്രം ചെയ്തുകൊണ്ട് മറ്റുള്ളവരെ സഹായിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ നല്ലവരായി ജീവിക്കാൻ നമുക്ക് പ്രേരകമാകും. അതുകൊണ്ടാണ് അള്ളാഹുവിലും അന്ത്യദിനത്തിലുമുള്ള വിശ്വാസത്തിന് ഇത്രയും വലിയ പ്രാധാന്യം നൽകിയത്. അള്ളാഹു തആല ആ നിലയിൽ അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള സൗഭാഗ്യം നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരലോകത്തിന് വേണ്ടി നന്മകൾ ചെയ്ത് പടച്ചവന്റെ പ്രീതി നേടി നല്ല മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് തരുമാറാകട്ടെ. നമുക്ക് അള്ളാഹു നൽകിയ നമ്മുടെ സമ്പത്തും സൗകര്യങ്ങളും മറ്റുമൊക്കെ എല്ലാ നിലയിലും അള്ളാഹു ഹൈറായ നിലയിൽ നിലനിർത്തി തരുമാറാകട്ടെ. എല്ലാവിധ വിഷമങ്ങളെ തൊട്ടും പരീക്ഷണങ്ങളെ തൊട്ടും പ്രയാസങ്ങളെ തൊട്ടും രോഗങ്ങളെ തൊട്ടും അള്ളാഹു നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ നാട്ടിലും നാടിന് വെളിയിലും ലോകമെമ്പാടും പ്രത്യേകിച്ച് ഫലസ്തീൻ പോലെയുള്ള നാടുകളിലും വേദനകളും വിഷമങ്ങളും നൊമ്പരങ്ങളും അനുഭവിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് അള്ളാഹു സഹായം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളെയൊക്കെ അവസാനം അള്ളാഹു ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി സന്തോഷിപ്പിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.